ഭാഗമാകുന്നു. ശ്രീ ഫക്രുദ്ദീൻ അലി, 421 സീറ്റുകളിൽ മത്സരിച്ച പാർട്ടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്. അവിടെ നിന്ന് അവർ 255 സീറ്റിലേക്ക് മത്സരിക്കുന്നു എന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ, അത്തരം വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വലിയൊരു വിട്ടുവീഴ്ച, അതായത് ചരിത്രത്തിൽ ആദ്യമായി ഭൂരിപക്ഷം വേണ്ട സീറ്റുകളിൽ പോലും മത്സരിക്കാതെ കോൺഗ്രസ് വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണ്. പക്ഷേ അത് ഇത്തരത്തിൽ മതിയോ മറ്റുള്ളവരുടെ കോൺഗ്രസോടുള്ള സമീപനം, മറ്റ് ഇന്ത്യ മുന്നണിയിലുള്ള രാഷ്ട്രീയ കക്ഷികളുടെ? കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് കൂട്ടാനുള്ള ശ്രമമായിരിക്കും. 400 തോറ്റ് 40 ജയിക്കുന്നതിനെക്കാട്ടും ഭേദമാണല്ലോ. 400 മത്സരിച്ച് 40 ജയിക്കുന്നതിനെക്കാട്ടും ഭേദമാണ് 200 മത്സരിക്കുകയും 40 ജയിക്കുന്നത്. അപ്പോൾ സ്ട്രൈക്ക് റേറ്റ് കൂടും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും പ്രാദേശിക നേതാക്കന്മാരോ പ്രാദേശിക കക്ഷികളോ മത്സരിച്ചാൽ ജയിക്കാവുന്ന സീറ്റുകളിൽ അവർ ജയിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികം BJP സഖ്യത്തിൻ്റെ NDA സഖ്യത്തിൻ്റെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും. അതൊരു പ്രായോഗികമായിട്ട് സമീപനമാണ്. അപ്പോൾ കോൺഗ്രസ് റിയാലിറ്റി തിരിച്ചറിഞ്ഞു എന്നതിൻ്റെ ഒരു സൂചനയായി നമുക്ക് കാണാം. അല്ലാതെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഉപ്പൂപ്പ കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യമില്ലല്ലോ. പക്ഷേ ഈ അലവലാതി സഖ്യം എത്രത്തോളം മനസ്സിലാക്കും എന്നുള്ളതാണ് പ്രശ്നം. അലവലാതി സഖ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവന്മാർ ഒരു ബഹുമാനമില്ല. കാരണം ഇന്ത്യയിൽ അഴിമതി കണ്ടുപിടിച്ചാൽ DMK കാരാണ്. അതുപോലെ തന്നെ ലാലു യാദവ്, പിന്നെ ഈ പറയുന്ന സമാജ്വാദി പാർട്ടി, അവർക്ക് കൂടെ ഗുണ്ടായുസം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഇവരൊക്കെ ഏതെങ്കിലും യാദവന്മാരുടെ അല്ലെങ്കിൽ ദ്രവീഡിയൻ താല്പര്യം പറയും. ബേസിക്കലി ഇവർ കുടുംബത്തിന് താല്പര്യം. അങ്ങനെയൊക്കെ അല്ലായിരുന്നെങ്കിൽ അവിടെ യോഗ്യരായ മറ്റാളുകളില്ലേ, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ സ്വന്തം അല്ലെങ്കിൽ പാർട്ടി പ്രസിഡന്റ് സ്ഥാനം മക്കൾക്ക് മാത്രം കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രമാണ്. അത് ഈ അലയൻസിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റേ നിയമം വന്നിട്ടുണ്ടല്ലോ അല്ലേ, ഒരു അലയൻസിൻ്റെ പാർട്ടിയായി മത്സരിച്ച് അതിൽ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ നിയമം വന്നോ. അപ്പോൾ ആ നിയമം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർ പെടും. അല്ലാത്ത പക്ഷം എന്താണ്, ഇവർ ഒരുപക്ഷെ നാളെ BJPക്ക് 4 MP കുറഞ്ഞ ചിലപ്പോൾ അങ്ങോട്ട് ചാടാനും സാധ്യതയുള്ള ആളുകളാണ്. അപ്പം കോൺഗ്രസ്സിന് ചെയ്യാൻ പറ്റും, നിങ്ങൾ പറഞ്ഞ പോലെ ശരിയാണെങ്കിൽ കോൺഗ്രസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആണത്. അതിന് അപ്രീസിയേഷനും അർഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന അലവലാതി സഖ്യകക്ഷികൾ എന്ത് ചെയ്യും എന്നുള്ളത്. ഈ 4 യോഗങ്ങൾ നമുക്കറിയാം. 4 യോഗങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നടന്നു ഇതിനകം. അതിൽ വിവിധ ഘടകകക്ഷി പ്രതിനിധികൾ പങ്കെടുത്തു. പക്ഷേ അതിനുശേഷം ഒരു മരവിപ്പായിരുന്നു ഇന്ത്യ സഖ്യത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമൊക്കെ ബന്ധപ്പെട്ട്. അവിടുന്ന് വീണ്ടും ഒരു ഉണർന്ന് ചില യോഗങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് മതിയായിരുന്നു എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഞാൻ നേരത്തെ പറയുന്നത്, ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ BJP ഒക്കെ ബഹുദൂരം പല രംഗങ്ങളും മുന്നിലുള്ളപ്പോൾ ഇപ്പോഴും ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഇല്ല, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയില്ല, മുന്നണി കൺവീനർ പോലുമില്ല. അങ്ങനെ ആ തരത്തിൽ ഇത്ര വലിയൊരു കക്ഷിയെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ മതിയോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് രാഷ്ട്രീയ ലോകത്ത്. അല്ല, അതാണ് എപ്പോഴും നമ്മളൊക്കെ പറയുന്നത് കാണുന്നുണ്ട്, പാർട്ടി സംവിധാനം ശക്തിപ്പെടുന്നു. പക്ഷെ അത്ര എളുപ്പമല്ല. ഇവർക്ക് എത്ര പറഞ്ഞാലും അത് മനസ്സിലാവില്ല. അതുപോലെ കോൺഗ്രസ് എപ്പോഴും ഇങ്ങനെയാണ്, ജനാധിപത്യമാണ്, ആൾക്കൂട്ടമാണെന്ന് പറയും. അതൊക്കെ നടക്കും അല്ലേ. അയഞ്ഞ സോഷ്യലിസ്റ്റുകളൊക്കെയാണ് നിങ്ങൾ ശത്രുക്കളെങ്കിൽ. ഇത് CPM പോലെ അതല്ലെങ്കിൽ കേരളത്തിലാണല്ലോ ഇവർ ഏറ്റവും വലിയ സംവിധാന ഈ പാർട്ടി സംഘടന സെറ്റപ്പ് കോൺഗ്രസിനുള്ളുണ്ട് എന്നുള്ളത് നമുക്കറിയാലോ. നമ്മൾക്ക് അതിൽ കംപ്ലീറ്റ് ഡിസാറ്റിസ്ഫൈഡാണ് കേരളത്തിലെ സിസ്റ്റത്തിൽ. നമുക്ക് ചിരി വരും. പക്ഷേ ഇവിടെ അങ്ങനെ സിസ്റ്റം ഉണ്ടായി വരാനുള്ള കാരണം അവിടെ ഇപ്പോൾ മത്സരിക്കുന്ന CPM-നോടാണ്. അപ്പോൾ ഉത്തരേന്ത്യയിൽ അവർക്ക് ആ റിയാലിറ്റി ഇപ്പോഴും വന്നിട്ടില്ല. പാർട്ടി സംവിധാനം ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ്, കേരള സംവിധാനം പാർട്ടി സംവിധാനം ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് അങ്ങേയറ്റം കേരള സ്വഭാവമുള്ള ഒരു പാർട്ടിയോട് നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലെത്തണം, ജനങ്ങളെ വിശ്വസിക്കുക, നിങ്ങൾക്കൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട് എന്ന കാര്യം അവർക്ക് പറയാൻ പറ്റും. ഇപ്പം തന്നെ കോടതി VVPAT കംപ്ലീറ്റ് എണ്ണാൻ പറ്റില്ല. പണ്ട് നമ്മളെല്ലാ മണ്ഡലങ്ങളിലും മുഴുവൻ 4-5 ദിവസം കൊണ്ട് എണ്ണിയുന്ന നാടാണ്. അത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇവർ ആ ഒരു കാര്യം ഉന്നയിക്കുന്നുണ്ട്. അത് എത്ര ശരി നമുക്കറിയില്ല, അതിലെ വസ്തുത പിന്നെ തെളിയിക്കപ്പെടാതെ നമുക്കതിൽ പറയുന്നത് ശരിയല്ല. പക്ഷേ ഇവർക്കത് കൺവിൻസിങ് ആയിട്ട് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ അവതരിപ്പിക്കാം. അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നതല്ല. ഇവരെ ബേസിക്കലി ഒരു പ്രശ്നം വെച്ചാൽ കണ്ടതിന് മൊത്തം ഈ പറയുന്ന ആൻറ്റി മോഡി സംഘം തലക്ക് പിടിച്ചിട്ട് അത് വേണം. അവരുടെ പൊളിറ്റിക്കൽ ഓപ്പണൻ്റാണ്. പണ്ടത്തെ പിന്നെ ഈ പറയുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് എങ്ങനെയാണ് ആൻറ്റി ഇന്ദിര തലക്ക് പിടിച്ചത്, അതുപോലെ ഇവർക്ക് ആൻറ്റി മോഡിസം തലക്ക് പിടിച്ചിരിക്കുകയാണ്. മോഡി എന്ത് ചെയ്താലും ഇവർ കുറ്റം പോയി. അവരും അങ്ങനെ തന്നെ, ഇന്ദിരാഗാന്ധി എന്ത് ചെയ്താലും കുറ്റം പോയി. ആപ്പാട് ബാങ്ക് ദാശസാൽക്കരണം പോലുള്ള ചില കാര്യങ്ങളെക്കാണ് അവർ അറച്ചറച്ച് അംഗീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ലൈനിലേക്ക് അവർ പോകണം. എന്തിനേയും ഭരണപക്ഷം കൊണ്ടുവന്ന് എന്തിനേയും എതിർക്കാതെ ഒരു പ്രായോഗികമായ ക്രിയാത്മകമായ സമീപനം സ്വീകരിക്കുകയും അങ്ങനെ ഇതിലും ബെറ്റർ ആയിട്ടുള്ള, ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു സംവിധാനത്തെ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് അവർക്ക് കൊടുക്കാൻ പറ്റണം. അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കണം. അവർക്ക് സെൻട്രൽ ലീഡർഷിപ്പിൽ തന്നെ പറ്റും. രാഹുൽ ഗാന്ധി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഭയങ്കര പുകഴാണ്. ഞാൻ എപ്പോഴും പറയും, ഈ നേതൃകുടുംബത്തിന് പറ്റുന്നത് നമ്മളെ തങ്ങൾ കുടുംബത്തെ പോലെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന. അപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി. രജനീകാന്ത് പറഞ്ഞ 100 തവണ പറഞ്ഞ പോലെ ഉണ്ടാവും. അല്ല, ബാക്ക്ഗ്രൗണ്ടിലാണല്ലോ ഈ പറഞ്ഞ പോലെ. ബാക്ക്ഗ്രൗണ്ട് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ദ നെഹ്റു ഫാമിലി ആൻഡ് രാഹുൽ ഗാന്ധി നമുക്കറിയാലോ.
അത് മാറിയിട്ട് ഈ ശശി തരൂർ, എനിക്കറിയില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഒരു നാഷണൽ ഫിഗറാണ് ശശി. എവിടെ പോയി ശ്രീശാന്തിനെ കൊണ്ട് പോകുന്നതിൻ്റെ കാര്യം, എവിടെ പോയാലും ഇങ്ങനെ ഫാൻസ് ക്ലബും കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറേ ആളുകളെ മോഡിയോട് പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള ആ ഒരു തരത്തിലുള്ള എന്താണ് പറയുക, ഒരു സ്റ്റാച്ചുറുള്ള അങ്ങനെയുള്ള ആളുകൾ ദേശീയ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരികയും അവരെ കൊണ്ട് BJP ഡിബേറ്റുകൾ നടത്തിക്കുകയും അവരെ കൊണ്ട് ഈ പറഞ്ഞ ജനങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ ഇവിടെ പ്രശ്നം എന്താ, അവിടെ ഇരിക്കുന്ന ആളെ എങ്ങനെ ശശി തരൂരിനെ പോലുള്ള ആളുകളെ പുറത്താക്കാം അല്ലെങ്കിൽ എങ്ങനെ ഒതുക്കാമെന്നതിനെ പറ്റി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബേസിക്കലി നിങ്ങളെ കമ്മിറ്റ്മെൻറ്റ് എന്തിനോടാണെന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് സെക്യുലറിസത്തോടാണോ, ജനാധിപത്യത്തോടാണോ, ഇന്ത്യയോടാണോ, ഈ പാർട്ടിയോടാണോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മിടുക്കന്മാർക്ക് വളർന്ന ഒരാൾ അവസരം ഉണ്ടാകണം. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ അവർക്ക് എല്ലാ കാലത്തും മുന്നോട്ട് വെക്കാൻ പറ്റിയ ഒരാൾ ജ്യോതിരാദിത്യ സിന്ധ്യ, അതുപോലെ തന്നെ സച്ചിൻ പൈലറ്റ്. സിന്ധ്യ പോയി, സച്ചിൻ പൈലറ്റാണ് വളരെ ഡിസാറ്റിസ്ഫൈഡ് ആണ്. ചില സമയത്ത് നമ്മൾ ഡിസൈസീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരുന്നു. ഈ പറയുന്ന കാർഗേനെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി എന്തൊരാവേശമായി. കേരളത്തിലായിരുന്നു ഏറ്റവും വലിയൊരു ആവേശം. കാർഗേൻ്റെ സ്ഥാനത്ത് ഈ ഷെഖാവത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗെഹ്ലോട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ശശി തരൂർ എന്നായിരുന്നു. ഗെഹ്ലോട്ടാണ് ഉത്തരേന്ത്യക്കാരെന്നുള്ള അന്നാണെങ്കിൽ മുഖ്യമന്ത്രി എന്നൊക്കെ ഉള്ള ഒരു എന്താ പറയുക, ഒരു ലൈംലൈറ്റ് അല്ല ആയിരുന്നു. എന്ത് ചെയ്യാൻ, അതാ ഞാൻ ചോദിച്ചു. ഇവരെ കമ്മിറ്റ്മെന്റ് ഇപ്പം വേണമെങ്കിൽ എടുക്കും. നമ്മൾ അന്ന് ഗെഹ്ലോട്ട് വന്നിരുന്നെങ്കിൽ ശശി തരൂരിനെ സെക്കൻഡൊക്കെ ആയിട്ട് നിലനിർത്തിയിരുന്നെങ്കിൽ ഇവർക്ക് അന്ന് ഈ ഇടപെടാൻ പറ്റിയായിരുന്നു. അങ്ങനെ എല്ലാ സാധ്യത ശശി തരൂരിനെ കൊണ്ടുവച്ചാൽ മതിയായിരുന്നു. കാരണം ശശി തരൂരിന് മലയാളിയാണെങ്കിലും ഈ സൗത്ത് ഇന്ത്യ എന്നുള്ള കാര്യം അധികം ഏശില്ല. ഇങ്ങനെ ആദ്യത്തെ കാര്യം ബംഗാളി, പിന്നെ ഡൽഹി പഠിച്ചു, അല്ല ഹിന്ദി, ഇംഗ്ലീഷ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളായിട്ട് ബന്ധം, അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്. മാത്രമല്ല ശശി തരൂരിനെ എന്തുകൊണ്ടോ ആളുകൾക്ക് യങ് ജനറേഷനൊക്കെ ഇഷ്ടമാണ്. കാരണം അവരുടെ ആസ്പിറേഷൻ ഒപ്പം നിൽക്കുന്ന നേതാവായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ ഒന്നും ഇവർ വളർത്തിക്കൊണ്ട് വരുന്നില്ലെന്ന്, അതല്ലേ പ്രശ്നം.